ഇവൻ അനുപമയെ കാണാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് നീ പറഞ്ഞിട്ട് മാത്രമായിരിക്കും. എന്തിനാണ് നിങ്ങൾ അവിടെ പോയത്? എനിക്ക് അനുചേച്ചി കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് തന്നെയാ സത്യേട്ടൻ എന്നെ അവിടേക്ക് കൊണ്ടുപോയത്. ഓഹോ, അവള് കാരണം ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിനക്കെപ്പോഴും കൂറ് അവിടെയാണല്ലേ? എങ്കിൽ പിന്നെ നീ അനുപമയോടൊപ്പം അവിടെ തന്നെ കൂടിക്കോടി. പിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഏട്ടത്തി ഒന്ന് പോയി കണ്ടതിന് പ്രതിഭ ഇങ്ങോട്ട് വരാതിരിക്കേണ്ട കാര്യം എന്താ? ഇവിടെ എന്റെ ഭാര്യയാണെങ്കിൽ എന്റെ കൂടെ തന്നെ ഇവിടെ നിൽക്കും. പിന്നെ ഏട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് വെറുതെ ഇനി ഏട്ടത്തെ കുറ്റപ്പെടുത്തണ്ട. ഇന്നലെ അവിടെ നടന്നത് എന്താണെന്നൊക്കെ ഉള്ളത് ഇപ്പൊ എനിക്കറിയാം. നീ അവള് പറഞ്ഞത് വിശ്വസിച്ചു അല്ലടാ? അല്ലെങ്കിൽ അവള് കഴിഞ്ഞല്ലേ ഉള്ളു പണ്ടേ നിനക്ക് ഞാനും നിന്റെ ഏട്ടനും ഒക്കെ. ഹായിക്കോ, ഭർത്താവിന്റെ താളത്തിനൊത്തുള്ള ഒരു ഭാര്യയും ഭാര്യയുടെ താളത്തിനൊത്തുള്ള ഒരു ഭർത്താവും കൊള്ളാവടാ. എന്താ എന്താ ഇവിടെ ഒരു വഴക്ക്? എന്താ പ്രശ്നം? നിന്റെ ഏട്ടനും നാത്തൂനുവേ അനുപമയെ കണ്ടിട്ട് വരുവാന്ന്. ഇപ്പൊ അവള് കാണിച്ച തോന്നിവാസങ്ങളൊന്നും ചിത്രത്തിലില്ല. അത് കണ്ടുപിടിക്കാൻ പോയി ഞാനും ഇന്ദ്രനും ആ കുറ്റക്കാര്. അതെ, ഏട്ടനെ വീണ്ടും അമ്മ കൂട്ടുപിടിക്കണ്ട. ഏട്ടൻ അവിടെ പോയത് അമ്മയുടെ അതേ ഉദ്ദേശത്തോടെയല്ല. ഏട്ടത്തെ അപമാനിക്കാൻ അമ്മ കൊടുത്ത കൊട്ടേഷൻ പൊളിക്കാനാ. ആ സത്യം ഏട്ടത്തിക്ക് അറിയില്ലായിരുന്നു. ദേ, അത് ബോധ്യപ്പെടുത്താനാ ഞങ്ങൾ പോയത്. നീയൊക്കെ എന്ത് ബോധ്യപ്പെടുത്താനാടാ? ഇന്ദ്രൻ അവിടെ ഒളിച്ചു കയറിയതാണെന്ന് അവള് തന്നെ സമ്മതിച്ചല്ലേ? അവൻ അവളെ സംശയം ഉണ്ടായിരുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേടാ അത്? അല്ല, ഏട്ടൻ അവിടെ പോയതേ ദേ പ്രതിഭ പറഞ്ഞിട്ടാ. ഭാനു അമ്മ ഇവിടെ വന്ന ദിവസം അമ്മ സുകുമാരിയുമായി ഫോണിലൂടെ നടത്തിയ ഗൂഢാലോചന ദേ അത് ഇവള് കേട്ടു. അനുവെടുത്തി അതിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഇവള് വിളിച്ചു പറഞ്ഞിട്ടാ ഇന്ദ്രേട്ടൻ അവിടേക്ക് പോയത്. കൊട്ടേഷൻ പൊളിഞ്ഞപ്പോ സ്വന്തം മകനെ കൂടി അതിൽ പ്രതിയാക്കി രക്ഷപ്പെടാനുള്ള അമ്മയുടെ ബുദ്ധിയെ ഇനി ഇവിടെ ചെലവാവില്ല. ഏട്ടത്തിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതറിയുമ്പോ ഏട്ടനും ആശ്വാസമാവും. ഇനി ഞാൻ പോകുന്നതേ ഏട്ടനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരാനാ. വാ പ്രതിഭേ.